വാ പോവാം. കം 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 പോവാം. ഓ ഓ പോ. എங்கே ഐസ്ക്രീം കടാ? കൊഞ്ചം കൊഞ്ചം എന്ന് പറഞ്ഞു ഇപ്പൊ 2 കിലോമീറ്റർ ആയി. നമ്മുടെ ഉച്ചഭക്ഷണം നമ്മൾ വന്നില്ല രാവിലെ അവിടുന്ന് തന്നെയാ കഴിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഒരു കുഞ്ഞ് അനുജനെ കിട്ടിയിരിക്കുവാണോ? ഞങ്ങൾ തമിഴ്നാട്ടിൽ. നമ്മളെ സ്ഥലപ്പേരെന്ന് പറ. എന്നാ സ്ഥലം? ഇതിൻ്റെ ഊർക്ക് നെയിം എന്നാ? കുടുമിയമലൈ. ഓക്കെ, ഇവിടെ വന്നപ്പോഴേ കണ്ടൊരു കുഞ്ഞു പയ്യനാട്ടോ. ഇവൻ ഇന്ന് വരെ യൂട്യൂബ് എന്താണെന്ന് അവൻ അറിയില്ല, മൊബൈൽ ഫോൺ എന്താണെന്ന് അറിയില്ല, ഇൻസ്റ്റാഗ്രാം എന്താണെന്ന് അറിയില്ല, ഇതുവരെ കടൽ കണ്ടിട്ടില്ല. എന്നാൽ ഈ കുഞ്ഞ് അനുജനെയും കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ചെറിയൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അവനൊരു റൈഡ് കൊടുക്കാൻ പോകും. വണ്ടി കയറി ഒന്ന് കറങ്ങണം. കാറിലൊന്നും അങ്ങനെ വലുതായിട്ട് കയറില്ല. ലോറി കയറിയിട്ടുണ്ട്, കാറിൽ കയറിയിട്ടില്ല എന്നാ പറഞ്ഞത്. അന്നേരം ആ കാറും കൂടെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ കാറിൽ കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടല്ലോ, നമ്മളായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യം, അതെല്ലാം കാണിക്കാൻ പോവാ. ഐസ്ക്രീം കഴിക്കാൻ പോവാം. ഐസ്ക്രീം അവൻ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പോവാ. ഓക്കെ, സർക്കസോ? എങ്കേ അങ്കേ ഓക്കെ. പോന്ന നോക്ക്. ഓക്കെ, ബെഡാ സ്പീഡ്. പതുക്കെ പോ. നമ്മളെ ചെക്കനെ സർക്കസ് എന്നും പറഞ്ഞ് ഓടി. ഇവിടെ കിടന്നൊരു പ്ലാസ്റ്റിക് ഉപ്പിയെടുത്ത് അവൻ പോന്ന പോക്കുമൊക്കെ. വികൃതിയുടെ അവൻ അൾട്രാ ലെവലവൻ. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അവൻ ഒറ്റ ഓട്ടം ഇവിടുന്ന്. ഇവൻ പണി വെപ്പിക്കും. ലാസ്റ്റ് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമെന്ന് തോന്നല്ലോ. ഇവനെ റൈഡിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് വണ്ടിയൊക്കെ കയറ്റി ആശുപത്രി കൊണ്ടുപോകേണ്ടി വരുമോ? ഓ, അവിടെ ഇവിടെ എല്ലാം ഇരുന്നവൻ നിരങ്ങുവാ. ചിരി വരുന്നു ഇവന്റെ കാര്യം. ഓ, ഇവന്റെ മൂഡ് പോത്തില്ലേ? മൂഡ് പോയാലും വേണ്ടിയില്ല, നല്ല മൂഡ് വരട്ടെ എന്നൊക്കെ. എങ്ങനെ ഞാനില്ല ഇല്ല. നമ്മളെ വണ്ടർലയിലും വീഗാലാൻഡിലൊക്കെ പോയാലേ നമ്മൾ കാണുന്ന റൈഡ് ഇവിടെ വന്ന് ഇവൻ ചെയ്യും. ഓ ഓ പോ. ഓടി വരുന്നു. ഐസ്ക്രീം വേണ്ടേ? എനിക്ക് തോന്നുന്നു ഇവൻ ഇത് ചെയ്ത് ഇവിടെ നല്ല സ്മൂത്ത് ആയി കിടക്കുവാ. ശരിയാണോ? ഓ പോന്നു. അയ്യേ, വെള്ളം സട്ട. നമ്മളെ ചെക്കനെ എങ്ങനെ നമ്മൾ വണ്ടി കയറ്റി റൈഡും കൊണ്ടുപോയിട്ട് ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോവാം അല്ലേ? അതെ, സർക്കസ് ഇല്ല, നമുക്ക് തിരിച്ചു വരണം ഇവിടെ കഴിക്കാൻ. ഇവിടെ നമ്മൾ തിരിച്ചു വരുമ്പോഴേ ഫുഡുണ്ട്. ഇവിടെ ബിരിയാണി എന്ന് പറയുന്നത് അവൻ കൊള്ളാല ആള്. നമ്മളെ ഈ മല കയറാൻ സഹായിച്ച ആ ഒരു പയ്യൻ അവിടെ ഒരുപാട് കാഴ്ചകളെല്ലാം കാണിച്ചു വന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ? അന്നേരം അവനെയും കൊണ്ട് നമ്മളൊരു ഐസ്ക്രീം മേടിച്ച് കൊടുക്കാൻ വേണ്ടി പോവുക കേട്ടോ. ചിക്കൻ എന്താ അപ്പുറത്തിരിക്കുന്നത്. പോ ഫിനിഷ, അപ്പുറത്ത് കയറിക്കോ. ഫ്രണ്ടിൽ കയറ്. അവനെ സൈഡിൽ ഇരുത്തിയാൽ മതി, ബാക്കി സ്ഥലമില്ല. അവൻ വണ്ടിയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. കത്തുന്നു. കേറിക്കോ, கொஞ்சம் தள்ளி இருக்கு. அந்த அந்த மாதிரி. ஓகே. അയ്യോ, നമ്മൾ എങ്ങോട്ടാ പോന്നേ? എങ്ങോട്ടാ പോന്നേ? എங்கே പോകുന്നത്? திரும்பி வந்து சாப்பாடெல்லாம் കഴിച്ചിട്ട് അല്ലേ പോലെ. அந்த ஆளுக்கு உன்ன தெரியுமா? அந்த இடத்துல இருக்கிற ஆൾക്കെല്ലാം உன்ன தெரியுமா? தெரியுமா? അവരോട് പറയണോ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോവാന്ന്? എടാ, അവൾക്ക് അവനും മലയാളം തമിഴ് മലയാളം தெரியுதில்ல, കുറച്ച് കൊഞ്ചം കൊഞ്ചം தெரியுமா അല്ലേ? ഐസ്ക്രീം എங்கே? அந்த பக்கம் இந்த பக்கம்? அந்த பக்கம். ஸ்ட்ரைட் ரோடு. எவ்வளோ தூரம் இருக்கு?
1/2 കിലോമീറ്ററോ? 2 കിലോമീറ്റർ. ഓ, അര കഴിഞ്ഞ് 1 ആയി 2 ആയി. ഇനി എത്ര ആവും തമ്പുരാനറിയാം ഐസ്ക്രീമിന്റെ കാര്യത്തിൽ. എന്ത് വന്നാലും കുഴപ്പമില്ല, അവൻ നല്ലൊരു ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് പോ അല്ലേ. கொஞ்சம் கொஞ்சம் தெரியும். கொஞ்சம் கொஞ்சம் தெரியும். நீ வந்து பக்கா தமிழ் இல்ல, ஆனா கொஞ்சம் கொஞ்சம் தான் தமிழ் தெரியும். பாவப்பட்டவன். காருக்குள்ள மும்பை கேறிட்டுണ്ടോ നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന് മുன்னாடி இந்த மாதிரி வண்டியில ஏறிட்டாங்களா? யாரு? நீங்க கல்யாணத்துக்கு போயலாரி. ஓ, கல்யாணத்துக்கு போயப்ப கேறிட்டோம். இந்த மாதிரி வண்டி ஒரு தாட்டி அண்ணன் ஓட்ட சொல்லி கொடுக்குறேன்ச்சு. அப்புறம் சவாரி வந்துருச்சு. ஓ, அதனால போயிடுச்சு. இப்போ நாங்க இங்க இருக்கோம், இல்லனா அங்க സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ നാട്ടിൽ ഇപ്പോഴത്തെ പിള്ളേരെ ജനിക്കുമ്പോഴേ മൊബൈൽ ഫോണോട്ടാ ജനിക്കുന്നത്. സത്യം. ഞാൻ അത് അവിടെ ഇരുന്നപ്പോ പറഞ്ഞത് ഇവരൊക്കെ ഭാഗ്യം ചെയ്ത പിള്ളേരെ. കാരണം ഇവർക്ക് അങ്ങനെ നമ്മളെ പോലെ സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല, ഫോണിന് അഡിക്ഷനേ ഇല്ല. അവന്റെ ലൈഫ് ഫുൾ എൻജോയ് ചെയ്യും. നിങ്ങൾ കണ്ടില്ല അവന്റെ എൻജോയ്മെന്റ്? നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അല്ലേ? ആ പാറയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുക. സത്യം പറഞ്ഞാൽ അങ്ങനെ വേണം ഒരു പ്രായം വരെ പിള്ളേര്, അല്ലേ? നമുക്കോ നിനക്കോ ഒരു ദിവസം ഫോണില്ലെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടായി അങ്ങോട്ട്. എനിക്കൊന്നും പറ്റത്തേയില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അഡിക്ഷൻ. പക്ഷെ ഇവൻ ഫ്രീ, അവൻ അനുഭവിക്കുന്ന ആ ഒരു ഫ്രീഡം ഉണ്ടല്ലേ, ഒരു കണ്ണിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അവന് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും, അല്ലെ? മെമ്മറീസ് ഒരുപാടുണ്ടാവും ഈ പ്രായം. ബാല്യകാലം അവൻ ശരിക്കും ഉദാഹരണം പറഞ്ഞാൽ നിന്റെ എന്റെ അച്ഛന്റെ ഒക്കെ ബാല്യകാലം അവർക്ക് ഓർക്കാൻ ഒരുപാട് മെമ്മറീസ് കാണും. പക്ഷെ ആ സ്ഥാനത്ത് നമുക്കോ നിനക്കോ കാണില്ല, വളരെ കുറവായിരിക്കും. ഈ 20 ആകുമ്പോഴത്തേക്ക് പിന്നെ അതും ഇല്ല. 20 എന്നിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോവുകയാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല, യൂട്യൂബ് എന്താണെന്ന് അറിയില്ല, ഫേസ്ബുക്ക് കടല് കണ്ടിട്ടില്ല, വണ്ടി കയറിയിട്ടില്ല. ഇതൊന്നും അനുഭവിക്കാത്ത ഒരു പയ്യനാണ് ഞങ്ങളെ കൂട്ടിരിക്കുന്നത്. വേറെ എങ്ങെങ്കിലും കാണൂ? എங்கே ഐസ്ക്രീം കടാ? കൊഞ്ചം കൊഞ്ചം എന്ന് പറഞ്ഞു ഇപ്പൊ 2 കിലോമീറ്റർ ആയി. ചെക്കനെ ഒരു ചെറിയൊരു ആഗ്രഹം പറഞ്ഞു, കാർ എങ്ങനെ ഓട്ടിക്കുന്ന ചൊല്ലിക്കൊടുക്കും പോന്നു. അത് ചൊല്ലിക്കൊടുത്താ தெரியாது, അത് ചെയ്താ മറ്റും தெரியும். ഇതെന്നാ தெரியுமா? ஸ்டீரிங். இந்த ரைட் கால் இல்லையே, இந்த காலு ஆக்சிலேட்டர். அவரெல்லாம் தெரியும். ஆஹா, நடுக்கு இருக்குது என்ன? பிரேக். லெஃப்ட் ஈஸா இந்த பிரேக் இல்ல, கிளட்ச். ഇതെന്താ தெரியுமா? ഗിയർ. ആഹാ, ചെക്കനെല്ലാം അറിയാം കേട്ടോ. കുറ്റം പറയാൻ നമുക്ക് അവനറിയാം, കാരണം ആൺകുട്ടിയല്ലേ. അവൻ പറഞ്ഞു നേരത്തെ. ഞാൻ പറഞ്ഞെന്താ അറിയോ, അവൻ മറ്റേ വണ്ടി എന്തോ ഐസ്ക്രീം വണ്ടിയോ എന്തൊരു വണ്ടി, ഐസ്ക്രീം വണ്ടിയിൽ എന്തോ അവൻ പോവായിരുന്നു. അങ്ങനെ അറിയുമെന്ന്. ഇവിടെ എങ്കെ കൊഞ്ഞാൾ പോണല്ലേ? പറമ്പ് ഐസ്ക്രീം കട, ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, മേടിച്ചു കൊടുക്കാം. എന്നിട്ട് 500 മീറ്റർ 1/2 കിലോമീറ്റർ ഉള്ളെന്ന് ആദ്യം പറഞ്ഞത്. ഇപ്പൊ 1/2 കിലോമീറ്ററും കഴിഞ്ഞു, 1 കിലോമീറ്ററും കഴിഞ്ഞ്, 3 കിലോമീറ്ററും കഴിഞ്ഞ്. ഐസ്ക്രീം കട ഇതൊക്കെ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും അവനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും. കാരണം ഞങ്ങൾ വന്നായിരുന്നു, ഞങ്ങൾ ജസ്റ്റ് കണ്ടങ്ങ് പോത്തേ ഉള്ളായിരുന്നു ആ മല. പക്ഷെ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ എല്ലാം കാണിച്ചു. അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം മേടിച്ചു കൊടുക്കും, ഇല്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചതല്ലേ, കാണിച്ചു കൊടുക്ക. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായോ? നല്ല ഇറക്കാ. അവന് നമ്മള് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. നിനക്ക് പറയാൻ അറിയില്ല എന്നാണ് സത്യം. അതും ഒരു വാസ്തവമാണ്. നമുക്ക് ഇത് അവിടെ പോയി കഴിക്കാം, ആ മലയുടെ അവിടെ തന്നെ പോയിരുന്ന് കഴിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലേ? പിന്നെ അമൽ സാർ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എന്താന്ന് അറിയത്തില്ല, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അമൽ സാർ ഒന്നും വാങ്ങിയിട്ടില്ല. എന്നോട് ചോദിക്കരുതെന്നുള്ള അഭ്യർത്ഥനയിൽ ഞാൻ ഈ വീഡിയോ തുടരുന്നു. എന്നോട് ചോദിക്കില്ല, ഞാൻ തരത്തില്ല. അവിടെ ചെന്നിട്ട് ഞാൻ തരത്തില്ല. എനിക്ക് വേണ്ടേ. ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ വേണ്ടി എടുത്തു. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. ഐസ്ക്രീം കഴിച്ചു. അവിടെ ആട് കിടക്കുന്നു. 12-25. ഓ, നമ്മളൊക്കെ ചിപ്സ് ഒക്കെ ഇരിപ്പില്ലേ? എല്ലാം നിനക്കും തരാം. കുറച്ച് എല്ലാം നിനക്ക് തരാം. ചിപ്സ് தெரியுமா? வெங்காயம் അല്ലേ? വെങ്കായം അല്ല, കായ് ചിപ്സ്. தெரியுமா? தெரியல. തരാം, ഞങ്ങളുടെ കയ്യിലുണ്ട്. അടിപൊളി. അവൻ നീ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അത് എനിക്കറിയേണ്ട ആവശ്യമില്ല. അവന് ചെറിയൊരു ആഗ്രഹം ഐസ്ക്രീം മേടിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചാൽ, ഐസ്ക്രീം മേടിച്ചെടുത്ത് വേറെ വേണോന്ന് ചോദിച്ചാൽ വേറൊന്നും അവന് വേണ്ട. അവൻ എടുക്കുന്ന പോലും ഇല്ല അത്. അത് എനിക്കറിയേണ്ട ആവശ്യമില്ല. 1 കിലോമീറ്റർ 1.5 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 കിലോമീറ്റ
ஐஸ்கிரீம் ഉണ്ട് കൊള്ളാമോ സൂപ്പറാ ഇല്ലേ തമ്പി എപ്പി സൂപ്പറാ നല്ല இருக்கா ഞാൻ വരുന്ന വഴിക്ക് വണ്ടിയിലൊന്ന് പാട്ട് വെച്ച് കൊടുത്തത് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണ്ട് പരതുവാ എന്തുവായിരുന്നു എവിടുന്നാ കേൾക്കുന്നീന്ന് പിന്നെ അവൻ പറഞ്ഞൊരു പാട്ടും വെച്ച് കൊടുത്ത് ഇനി വന്ന് അല്ലേ ഇന്നത് നമ്മുടെ ഉച്ചഭക്ഷണം നമ്മൾ വന്നില്ലേ രാവിലെ അവിടുന്ന് തന്നെയാണ് കഴിക്കുന്നത്. അവിടെ ഇന്ന് ബിരിയാണിയാണ്, വെജ് ബിരിയാണിയാണ് കൊടുക്കുന്നത് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ പൊങ്കൽ ശർക്കര പായസം അതും തന്നിട്ടുണ്ട്. അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ മരയുടെ താഴ്വാരത്താണ് ഇത് കൊടുക്കുന്നത്, അവിടെയാണ് വെച്ച് ഇത് കൊടുക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ വാങ്ങി കഴിച്ച് ഓക്കെ വേണ്ടിട്ട് ഏതാണ്ട് 1.5-2 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തോട്ടോ. അല്ല നമ്മൾ പാചകിക്കണ തന്നെ വേണം 2 മണിക്കൂർ. ആ സ്ഥാനത്ത് ഇവിടെ നിന്നും പറഞ്ഞ സമയം വേസ്റ്റ് ആയില്ല. നമ്മൾ യാത്ര തുടങ്ങുമല്ലേ. ഓക്കെ, അന്നേരം ഞങ്ങൾ രാത്രിയിലെ ഒരു പമ്പിൽ സ്റ്റേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. എന്തുകൂടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ബോഡി ലോഷൻ പരട്ടുവാ നമ്മുടെ മരിയാസിന്റെ. മലകറിന്റെ ആണോ? ആ മലകറിന്റെ. എന്റെ ബോഡി ഫുള്ള് നല്ലതായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പൊ സ്മൂത്തനാക്കാനായിട്ട് നമ്മുടെ മരിയാസിന്റെ ഒരു പ്രോഡക്റ്റിന് നല്ല വെയിലുണ്ടെന്നില്ലേ? നല്ല വെയിലൊക്കെ കണ്ടോ? അതെ അതെ, മല വെച്ച് അതികഠിനമായിരുന്നില്ലേ, നല്ല വെയിലുമായിരുന്നില്ലേ? നമ്മുടെ കാണി സംഭവം ഇതാണ് നമ്മുടെ മരിയാസിന്റെ ബോഡി ലോഷൻ. അടിപൊളിയാണ്. ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല നമ്മുടെ ബോഡി ഫുള്ള് നമ്മൾ ആ ഒരു ഡ്രൈനെസ് മാറ്റി നല്ല സ്മൂത്ത് ആക്കി തരും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മള് ഇത് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നുണ്ട്. അത് നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നത് അല്ലേ. ഇതാണ് നമ്മൾ നിങ്ങൾക്ക് സമ്മാനമായിട്ട്. ഇത് ബോഡി ലോഷനാണ്. ഇത് മാത്രമല്ല മരിയാസിന്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓരോ ദിവസവും നമ്മൾ ഓരോന്നും ഇതായിരിക്കും നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നത്.